ഹലോ ഡിയേഴ്സ്, നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് ഫസ്റ്റ് ലെസണായ ഹോങ് ഹോങ് ടൂട്ട് ടൂട്ട് എന്ന പാഠമാണ്. ഓക്കെ, ഫസ്റ്റ് പേജിൽ എന്താണ് കൊടുത്തിരിക്കുന്നത്? ഒരു ബസ്സും പിന്നെ ഒരു കാറുമാണ് അല്ലേ? റോഡിലൂടെ വരുന്ന ഒരു ബസ്സും ഒരു കാറുമാണ്. അപ്പോൾ നിങ്ങൾക്കറിയോ വേറെ ഏതൊക്കെ വെഹിക്കിൾസ് ഉണ്ട്? ബൈസിക്കിൾ, വാൻ, ട്രക്ക്, ട്രാക്ടർ, മോട്ടോർ സൈക്കിൾ, കാർ, ആംബുലൻസ്, ബസ്, ഇതൊക്കെ റോഡിലൂടെ പോകുന്ന വാഹനങ്ങളാണ്. നെക്സ്റ്റ് കാണിച്ചിരിക്കുന്നത് നോക്കൂ. എന്താണ് പറയുന്നത്? ദിസ് ഈസ് എ ബസ്. ഇതെന്താകുന്നു? ഒരു ബസ്സാകുന്നു. എ ബ്ലൂ ബസ്. എന്താ ബസ്സിൻ്റെ കളറ്? ബ്ലൂ, നീല കളറുള്ളൊരു ബസ്സാണ്. ദ ബസ് ഈസ് ബിഗ്. ഈ ബസ് വലുതാണ്. അപ്പോൾ ഇതിലെന്തൊക്കെ പറഞ്ഞവർ? ഇതൊരു ബസ്സാണെന്ന് പറഞ്ഞു. ബസ്സിൻ്റെ കളറ് ബ്ലൂ ആണ്. പിന്നെയോ ബസ് വളരെ വലുതാണ് എന്ന് പറഞ്ഞു അല്ലേ? വാട്ട് ഈസ് ദ കളർ ഓഫ് ദ ബസ്? എന്താണ് ആ ബസ്സിൻ്റെ കളർ? എന്ത് കളറാണ്? ബ്ലൂ കളർ, നീല കളറാണ് ബസ്സിൻ്റെ കളർ. നിങ്ങൾക്ക് വേറെ ഏതൊക്കെ കളറുകൾ അറിയാം? റെഡ്, ചുവപ്പ്, ബ്ലൂ നീല, ഗ്രീൻ പച്ച, യെല്ലോ മഞ്ഞ, പിങ്ക് എന്ന് തന്നെയാണ് പറയുക. പിന്നെയോ പർപ്പിൾ വയലറ്റ് കളറ്, ഓറഞ്ച് കളർ എന്ന് പറയും, ബ്ലാക്ക് കറുപ്പ്, പിന്നെയോ ബ്രൗൺ തവിട്ട് നിറം, വൈറ്റ് വെള്ള. ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട കളേഴ്സ്. അപ്പോൾ അറിയാത്തവർ ഇതൊക്കെ പഠിക്കണം. പിന്നെ പറഞ്ഞിരിക്കുന്നത് ബിഗ് ബസ് എന്നാണ്. ബിഗ് ബസ് എന്ന് പറഞ്ഞാൽ വലിയ ബസ്. അപ്പോൾ ചെറിയ ബസ്സിന് എന്ത് പറയും? സ്മോൾ ബസ്. കണ്ടില്ലേ? ഒന്ന് വലിയ ബസ്, ഒന്ന് ചെറിയ ബസ്. ബിഗ് ബസ്സും സ്മോൾ ബസ്സും. ഐ ആം എ ബസ്, ഐ ആം എ ബസ്, ഹോങ് ഹോങ് ബസ്. ബസ് സ്വയം പറയാണ്, സ്വന്തമായിട്ട് പറയാണ്. ഐ ആം എ ബസ്, ഞാനൊരു ബസ്സാണ്. എന്താണ് എൻ്റെ പേരെന്ന് പറയുന്നത്? ഹോങ് ഹോങ് ബസ്. വേർ ഈസ് ദ ബസ് ഗോയിങ്? എങ്ങനെയാണ് ബസ് പോകുന്നത്? ദ ബ്ലൂ ബസ് ഈസ് ഓൺ ദ റോഡ്. റോഡിലൂടെയാണ് ബസ് പോകുന്നത്. പിന്നെ പിക്ചറിൽ ഒരാളെ കൂടെ കാണുന്നുണ്ടല്ലോ. ആരാണത്? ട്രാഫിക് പോലീസാണ് അല്ലേ? വാഹനങ്ങളുടെയും അവരുടെ സ്പീഡും റോഡിലെ കാര്യങ്ങളൊക്കെ നോക്കുന്നത് ആരാണ്? ട്രാഫിക് പോലീസാണ്. ബസ്സിൻ്റെ കൂടെ നമ്മൾ ഒരാളെ കൂടെ കണ്ടിരുന്നു. ആരാണത്? ഒരു കാറാണ് അല്ലേ? അപ്പോൾ കാറ് പറയാണ് ഐ ആം എ കാർ, ഐ ആം എ കാർ. ടൂട്ട് ടൂട്ട് കാർ. കാറ് പറയാണ് ഞാനൊരു കാറാണ്, എൻ്റെ പേരെന്താണ്? ടൂട്ട് ടൂട്ട് എന്നാണ്. വേർ ഈസ് ദ കാർ ഗോയിങ്? എങ്ങനെയാണ് ഇപ്പോൾ കാറ് പോകുന്നത്? ദ കാർ ഈസ് ഓൺ ദ റോഡ്. കാറ് എങ്ങനെയാണ് പോകുന്നത്? റോഡിലൂടെയാണ് പോകുന്നത്. ഇനി കാറിനടുത്ത് നോക്കൂ. ഒരു 5 കിലോമീറ്റർ എന്ന് എഴുതിയിട്ടില്ലേ? അതിന് പറയുന്നതാണ് മൈൽ സ്റ്റോൺ. എത്ര കിലോമീറ്റർ ഉണ്ട് എന്നൊക്കെ കാണിക്കാനുള്ളതാണ് മൈൽ സ്റ്റോൺ. ഐ ഹാവ് എ ഹോൺ, ഹോങ് ഹോങ് ഹോൺ. ബസ് വീണ്ടും പറയാണ് ഐ ഹാവ് എ ഹോൺ, എനിക്കൊരു ഹോൺ ഉണ്ട്. അതിൻ്റെ പേരെന്താണ്? ഹോങ് ഹോങ് ഹോൺ എന്നാണ് അതിൻ്റെ പേര്. ഡസ് ദ ബസ് ഹാവ് ഓൺലി എ ഹോൺ? നെയിം ദ അതർ പാർട്സ് ഓഫ് ദ ബസ്. ബസ്സിനൊരു ഹോൺ മാത്രമേ ഉള്ളൂ. ദ ബസ് ഹാസ് എ ഹോൺ. ഇറ്റ്സ് സൗണ്ട് ഹോങ് ഹോങ്. ഒരു ടോക്കാണ് പറയുന്നത്. എന്താ പറയുന്നത്? ദ ബസ് ഹാസ് എ ഹോൺ. ആ ബസ്സിന് ഒരു ഹോണുണ്ട്. അതിൻ്റെ പേരാണ് എന്താ? ഹോങ് ഹോങ്. ഇനി ബസ്സിന് ഹോൺ മാത്രമേ ഉള്ളൂ. വേറെ ഏതൊക്കെ പാർട്സ് നിങ്ങൾക്കറിയാം? വീൽസ് ചക്രങ്ങൾ, ഡോർ വാതിൽ, വൈപ്പേഴ്സ് ഇങ്ങനെ വെള്ളമൊക്കെ തുടച്ച് കളയുന്ന വൈപ്പേഴ്സ്. ഇതൊക്കെയാണ് ബസ്സിൻ്റെ ചില പാർട്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഐ ഹാവ് ലൈറ്റ്സ്, വൈറ്റ് ലൈറ്റ്സ്. ബസ്സിന് ഹോണുണ്ട് എന്ന് പറഞ്ഞപ്പോൾ കാറ് പറയാണ് എനിക്ക് ലൈറ്റ്സ് ഉണ്ട്. 2 ലൈറ്റ്സാണ് ഉള്ളത്. എന്ത് കളറാണ്? വൈറ്റ്, വെള്ള കളറിലുള്ള ലൈറ്റ്സ് ആണ് ഉള്ളത്. ദ കാർ ഹാസ് 2 ലൈറ്റ്സ്, ദേ ആർ വൈറ്റ്. 2 ലൈറ്റ്സ് ആണ് ഉള്ളത്. അതിൻ്റെ കളർ എന്താണ്? വൈറ്റ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ദ കാർ ഹാസ് മെനി പാർട്സ്.
ക്യാൻ യു നെയിം ദം? കാറിനും ഇതുപോലെ തന്നെ ഒരുപാട് പാർട്സ് ഉണ്ട്. അത് ഏതൊക്കെയാണെന്ന് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. കാറിന് ഒരുപാട് പാർട്സ് ഉണ്ട്. നമുക്ക് കുറച്ച് പാർട്സ് നോക്കാം. സ്റ്റിയറിംഗ് ഉണ്ട്, ഗിയർ ലിവർ ഉണ്ട്, ഗ്യാസ് പെഡൽ ഉണ്ട്, എൻജിൻ, ടയർ, സ്പാർക്ക് പ്ലഗ്, സസ്പെൻഷൻ, ഡിസ്ക് ബ്രേക്ക്, ഓയിൽ ഫിൽറ്റർ, ബാറ്ററി, അങ്ങനെ ഒരുപാട് പാർട്സ് കാറിനും ഉണ്ട്. ഇനി ഈ പിക്ചർ ഒന്ന് നോക്കൂ. എങ്ങനെയാണ് ബസ് പോകുന്നത്? ഐ റൺ ഫാസ്റ്റ്. ഞാൻ ഓടുന്നത് വളരെ സ്പീഡിലാണ്. ഫാസ്റ്റ് എന്നാൽ സ്പീഡിൽ. നമ്മളൊക്കെ എപ്പോഴും റോഡിലൂടെ പോകുമ്പോൾ വളരെ സ്പീഡിൽ പോകുന്നത് നല്ലതാണോ? അല്ല, അല്ലേ? എന്തുകൊണ്ടാണ്? ആക്സിഡൻസ് ഒക്കെ സംഭവിക്കും. അപ്പോൾ ഈ ബ്ലൂ ബസ് എങ്ങനെയാണ് പോകുന്നത്? വളരെ ഫാസ്റ്റായിട്ടാണ് പോകുന്നത്. ബസ് സ്പീഡിലൂടെ പോകുന്നത് കണ്ടപ്പോൾ കാറും മീ ടു, ഞാനും എന്ന് പറഞ്ഞ് കാറും സ്പീഡ് കൂട്ടി. ദ ബസ് റൺ ഫാസ്റ്റ്, ദ കാർ റൺസ് ഫാസ്റ്റ്. ബസ്സും കാറും ഒക്കെ നല്ല സ്പീഡിലാണ് പോകുന്നത്. ദ കാർ ആൻഡ് ബസ് റൺ ഫാസ്റ്റ്. ഈസ് ഇറ്റ് ഗുഡ്? കാറും ബസ്സും ഒക്കെ സ്പീഡിലാണ് പോകുന്നത്. ഇത് നല്ലതാണോ? നോ, ഇറ്റ്സ് നോട്ട് ഗുഡ്. ഒരിക്കലും സ്പീഡിൽ പോകുന്നത് നല്ലതല്ല. എന്തുകൊണ്ടാണ്? ആക്സിഡൻറ്റ് ഉണ്ടാകും. ഹോങ് ഹോങ്, ഹേ കാർ ഗിവ് വേ. ബസ് ദേഷ്യത്തിൽ കാറിനോട് പറയാണ്, എനിക്ക് വഴി തരൂ. ബസ്സും കാറും സ്പീഡ് കൂട്ടിയപ്പോൾ നമ്മുടെ ട്രാഫിക് പോലീസ് പറയാണ്, സ്റ്റോപ്പ്. ഷട്ട് ദ പോലീസ് ഓഫീസർ. ദ ബസ് ഡസ് നോട്ട് സ്റ്റോപ്പ്, ദ കാർ ഡസ് നോട്ട് സ്റ്റോപ്പ്. നിർത്തൂ എന്ന് പോലീസ് ഓഫീസർ പറഞ്ഞിട്ട് നമ്മുടെ കാറും നിർത്തിയില്ല, ബസ്സും നിർത്തിയില്ല. രണ്ടുപേരും ഫാസ്റ്റായിട്ട് ഓടിച്ച് പോവുകയാണ്. സ്റ്റോപ്പ്. കണ്ടില്ലേ പോലീസ് ഓഫീസർ നിൽക്കുന്നത്? ടൂട്ട് ടൂട്ട്, യു മൂവ്. അപ്പോൾ കാറ് സ്വന്തം തന്നെ പറയാണ്, ടൂട്ട് ടൂട്ട്, നീ നീങ്ങൂ. പോലീസ് പറയുന്നതൊന്നും കേൾക്കണ്ട എന്നാണ് പറയുന്നത്. വാട്ട് വിൽ ഹാപ്പൻ നൗ? ഇപ്പോൾ എന്താണ് സംഭവിച്ചത്? ദ ബസ് ആൻഡ് ദ കാർ ഹിറ്റ് ഈച്ച് അതർ. രണ്ടുപേരും വളരെ സ്പീഡിൽ വന്നപ്പോൾ രണ്ടുപേരും കൂട്ടിയിടിച്ചു. കൂട്ടിയിടിച്ചപ്പോൾ നമ്മുടെ ബസ്സിൻ്റെ ഹോണ് തകരാറിലായി. ഓ മൈ ഹോൺ, താഴെ പോയി അല്ലേ ഹോൺ. ദ ഹോൺ ഫെൽ ഡൗൺ. ഹോൺ താഴെ വീണു. ദ കാർസ് ലൈറ്റ് ഫെൽ ഡൗൺ. കാറിൻ്റെ ലൈറ്റും എന്താണ്? താഴെ വീണു. കാറ് സങ്കടത്തോടെ പറയാണ്, ഓ മൈ ലൈറ്റ്. ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ഹാപ്പൻ ടു ദ ബസ്, വാട്ട് ഹാപ്പൻ ടു ദ കാർ. കാറിന് എന്താണ് സംഭവിച്ചത്? ബസ്സിന് എന്താണ് സംഭവിച്ചത്? എന്താണ് സംഭവിച്ചത്? രണ്ടും കൂട്ടിയിടിച്ച് ബസ്സിൻ്റെ ഹോണും കാറിൻ്റെ ലൈറ്റും പോയി അല്ലേ? ദ ബസ് ആൻഡ് കാർ ഹിറ്റ് ഈച്ച് അതർ ആൻഡ് ബസ്സസ് ഹോൺ ഫെൽ ഡൗൺ ആൻഡ് കാർസ് ലൈറ്റ് ഫെൽ ഡൗൺ. അങ്ങനെ കൂട്ടിയിടിച്ചപ്പോൾ ദ ബസ് ഈസ് ആംഗ്രി. ബസ്സിന് ദേഷ്യം വന്നു. ദ കാർ ഈസ് ഓൾസോ ആംഗ്രി. കാറിനും ദേഷ്യം വന്നു. എന്നിട്ട് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റപ്പെടുത്തുകയാണ്. അപ്പോൾ കാറ് പറയാണ്, നോ ഇറ്റ് ഈസ് യുവർ മിസ്റ്റേക്ക്. നിങ്ങളുടെ മിസ്റ്റേക്കാണത് കൂട്ടിയിടിച്ചത്. അപ്പോൾ പോലീസ് ഓഫീസർ പറയാണ്, ഇറ്റ് ഈസ് യുവർ മിസ്റ്റേക്ക് ടു. നിങ്ങളുടെയും കൂടി മിസ്റ്റേക്കാണത്. ബസ് മാത്രമല്ലല്ലോ ഇടിച്ചത്, കാറും കൂടി ഇടിച്ചിട്ടുണ്ട് അല്ലേ സ്പീഡിൽ യാത്ര ചെയ്തപ്പോൾ. അപ്പോൾ കാറ് പറയാണ്, സോറി സർ, എന്നോട് ക്ഷമിക്കൂ സർ എന്ന്. ഹിയർ ഈസ് യുവർ ഹോൺ. അപ്പോൾ ഒരു മങ്കി ബസ്സിന് അതിൻ്റെ ഹോൺ എടുത്തു കൊടുക്കുകയാണ്. ഇതാ നിൻ്റെ ഹോൺ എന്ന് പറഞ്ഞിട്ട്. ഹിയർ ഈസ് യുവർ ലൈറ്റ്. ഒരു കൗ കാറിന് അതിൻ്റെ ലൈറ്റും വെച്ച് കൊടുത്തു. ദ ഹോൺ ഈസ് റെഡി, ദ ലൈറ്റ് ഈസ് റെഡി, ദ ബസ് ആൻഡ് ദ കാർ ആർ ഹാപ്പി. അങ്ങനെ ഹോണും റെഡിയായി, ലൈറ്റും റെഡിയായി, കാറും ബസ്സും വളരെ ഹാപ്പിയായി, സന്തോഷമായി. അവർക്ക് രണ്ടുപേരുടെയും പാർട്സ് ശരിയായി അല്ലേ? അപ്പോൾ അവർക്ക് സന്തോഷമായി. അപ്പോൾ അവർ താങ്ക് യു സാർ, നന്ദിയുണ്ട് സാർ, ഇങ്ങനെയൊക്കെ ചെയ്തു തന്നതിന് നന്ദിയുണ്ട് എന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും പോവുകയാണ്, കാറും ബസ്സും. പോലീസ് ഓഫീസർ അവരോട് പറയാണ്, ഡു നോട്ട് റിപ്പീറ്റ് ഇറ്റ്. ഇത് ഇനിയും ആവർത്തിക്കരുത്, അല്ലെങ്കിൽ ഇതുപോലെ ചെയ്യരുത്, ഒരിക്കലും സ്പീഡ് കൂട്ടി ഓടിക്കരുത് എന്നാണ് പോലീസ് ഓഫീസർ പറഞ്ഞത്. അപ്പോൾ ബസ് പറയണം, ബൈ സർ. ഓക്കെ ബൈ പറഞ്ഞിട്ട് പോവുകയാണ് അവിടുന്ന്. ഗ്രീൻ ട്രീസ്, യു ആർ സോ നൈസ്, ഐ ആം സോ ഹാപ്പി ടു സീ യു ഓൾ. ഗ്രീൻ ട്രീസ് എന്ന് പറഞ്ഞാൽ എന്താ? പച്ചമരങ്ങൾ അല്ലേ?
നിങ്ങൾ വളരെ നൈസാണ്, നിങ്ങളെ കാണുന്നത് എനിക്ക് സന്തോഷമാണ്. ബ്ലൂ ബേർഡ്സ് യു ആർ സോ നൈസ്, ഐ ആം സോ ഹാപ്പി ടു സീ യു ഓൾ. നീലപക്ഷികളെ നിങ്ങളെ കാണുന്നത് എനിക്ക് വളരെ സന്തോഷമാണ് എന്നുള്ള പാട്ടൊക്കെ പാടി അവർ വീണ്ടും യാത്ര തുടരുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ബ്ലൂ ബസ്സിൻ്റെയും റെഡ് കാറിൻ്റെയും കഥ ഇഷ്ടമായില്ലേ? Okay dears, complete your textbook activities and study well. See you in next class. Thank you.